നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇറാനെ ഞെട്ടിച്ച അമേരിക്കയുടെ ആ രാക്ഷസ പക്ഷിയെക്കുറിച്ചുള്ള വാർത്തകളാണെന്ന് എവിടെയും നിറഞ്ഞു കാണുന്നത്. ഈ ഹെവി ബോംബർ B-2 ബോംബർ വിമാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖമനേയുടെ നെഞ്ച് പിളർന്ന് എങ്ങനെയാണ് ആ നീക്കം നടത്തിയത് എന്നുള്ളത്, എങ്ങനെ അതിന് നടത്താൻ സാധിക്കുമെന്നുള്ളത് ഏവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ ഇനിയിപ്പോൾ എത്ര ശക്തമായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ കൃത്യമായി തുരന്നുപോയി ലക്ഷ്യസ്ഥാനത്തെത്തി പൊട്ടിത്തെറിക്കുന്ന രീതിയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ആണവ നിലയങ്ങളടക്കം ഭൂമിക്കടിയിലുള്ളത് എന്തും തകർക്കാനായി കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാനിൽ അമേരിക്ക വിക്ഷേപിച്ചത്. ഇസ്രയേലിൻ്റെ പക്കൽ ഈ വിമാനമോ അതല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ബോംബറുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചതും അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങി ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭൂമിയിലേക്ക് 60 മീറ്ററോളം താഴത്തിൽ തുളച്ചു കയറി ഉഗ്ര സ്ഫോടനം നടത്താൻ കഴിയുന്ന ഈ ബോംബ് വഹിക്കാൻ കഴിയുന്നത് സ്റ്റെൽത്ത് ബോംബർ വിമാനമായ B-2 മാത്രമാണ്. ആക്രമണത്തിന് വേണ്ടി പസഫിക്കിലെ ഗുവാം സേനാ കേന്ദ്രത്തിൽ നിന്നും ഈ വിമാനങ്ങൾ പറന്നുയർന്നു. ഇറാനിൽ ആക്രമണം നടത്താൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് നേരത്തെ പലതവണയായി ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും അത് നൽകിയിരുന്നില്ല. പകരം അമേരിക്ക തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഈ ബോംബുകളുടെ സാങ്കേതിക വിദ്യയും വിമാനത്തിൻ്റെ പറക്കൽ രീതിയും ഒക്കെ തന്നെ പുറത്തു പോകാതിരിക്കാൻ നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമാണ് ഈ കരുത്തനെ വ്യോമ രാക്ഷസ പക്ഷിയെ കൈവശമുള്ളത്. അത് ആർക്കും തന്നെ നൽകാൻ താല്പര്യമില്ലാത്തതിനാലാകും നേരിട്ട് തന്നെ ഈ ദൗത്യം പൂർത്തീകരിച്ചത്. നോർത്രോപ്പ് ഗ്രമർ കമ്പനിയാണ് B-2 യുദ്ധവിമാനം ഉണ്ടാക്കിയത്. 18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും. ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിഭാഗത്തിൽപ്പെടുന്നതാണിത്. അമേരിക്കൻ വ്യോമസേന മാത്രമേ ഈ വിമാനം പറത്താറുമുള്ളൂ. നാവികസേന ഉപയോഗിക്കാറേയില്ല. അതുകൊണ്ടുകൂടി തന്നെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക മറ്റാർക്കും തന്നെ നൽകാത്തത് പോലും. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 18,500 കിലോമീറ്ററോളം പറക്കാൻ ഇതിന് സാധിക്കും. പറക്കലിനിടയിൽ തന്നെ ഇന്ധനം നിറയ്ക്കാനും സാധിക്കും. മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും ഇതിന് പാഞ്ഞെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഒരു പക്ഷിയെപ്പോലെ തോന്നുന്ന രീതിയിലാണ് സാധാരണ ഒരു വിമാനത്തിൻ്റെ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപഘടന കൂടിയാണ് ഈ വിമാനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ സ്റ്റെൽത്ത് സവിശേഷത തന്നെയാണ് റഡാറുകളെ അടക്കം വെട്ടിക്കാൻ കഴിയുന്ന, ഒളിച്ചു പറക്കാൻ സാധിക്കുന്ന കഴിവ്. ഈ വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് ശേഷി കാരണം വിമാനത്തെ കണ്ടെത്താൻ ശത്രുവിൻ്റെ റഡാറുകൾക്ക് പോലും കഴിയില്ല. 1988 വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. അമേരിക്കൻ എയർഫോഴ്സിൻ്റെ പക്കൽ മാത്രമേ ഈ വിമാനം നിലവിലുള്ളൂ. 19ഓളം വിമാനങ്ങൾ അവരുടെ പക്കൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലനിരകൾക്ക് ഉള്ളിൽ തന്നെ വളരെ ആഴത്തിൽ നിർമ്മിച്ച ഭൂഗർഭ അറയ്ക്കുള്ളിൽ വളരെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കണമെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ബങ്കർ ബസ്റ്ററുകൾ മാത്രമായിരുന്നു അതിന് ഏക പോംവഴി. 200 അടി വരെ താഴത്തേക്ക് പർവ്വതത്തെയോ കെട്ടിടത്തെയോ എന്ത് തരത്തിലുള്ള കോൺക്രീറ്റ് പാളികളോ ആയിക്കൊള്ളട്ടെ കട്ടിയേറി എന്തിനേയും തുളച്ചു കയറി നിമിഷ നേരം കൊണ്ട് ഉഗ്രസ്ഫോടനമുണ്ടാക്കി തവിട് പൊടിയാക്കാൻ GU-57 എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് സാധിക്കും. ആണവായുധം നിർമ്മിക്കുന്ന പ്രക്രിയയിൽ നിന്നും എത്ര സമ്മർദ്ദമുണ്ടായാൽ പോലും ഒരടി പോലും പിൻവാങ്ങുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരത്തെ പറഞ്ഞത്. അതോടെയാണ് സംഭാഷണം പരാജയപ്പെട്ട് പിന്നാലെ ആയുധങ്ങൾ തന്നെ മറുപടി പറയട്ടെ എന്ന് തീരുമാനിച്ചത്. ടെഹ്റാൻ അവരുടെ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമം ഒരു തരത്തിലും ഉപേക്ഷിക്കില്ല എന്ന് ആയത്തുള്ള അലി ഖമനേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മറ്റ് നടപടിയൊന്നും തന്നെ മുന്നിലില്ലായിരുന്നു. ഭയാനകമായ തിരിച്ചടിയെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടെ യുദ്ധം കനക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മറ്റ് രാഷ്ട്രങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇറാനെ ആക്രമിക്കരുതെന്നുള്ള ശക്തമായ താക്കീത് ചൈനയും റഷ്യയും അമേരിക്കയ്ക്ക് നൽകിയിട്ട് പോലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന രണ്ടു രാജ്യങ്ങളുടെയും നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തുടക്കത്തിൽ ഇറാന് കൃത്യമായി ഒരു 60 ദിവസത്തെ സാവകാശം ട്രംപ് നൽകിയിരുന്നു. എന്നാൽ 61-ാം ദിവസം ഓപ്പറേഷൻ റൈസിംഗ് ലൈനുമായി നെതന്യാഹു മുന്നിട്ടിറങ്ങി. ശേഷം വീണ്ടും ട്രംപ് ഖമനേയിക്ക് താക്കീത് നൽകി. ഖമനേയിയുടെ പരിഹാസം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇസ്രയേൽ പറഞ്ഞത്, നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു, ഞങ്ങൾ തന്നെ ഇത് അവസാനിപ്പിക്കുമെന്ന്. ഇതിനിടയിൽ തന്നെയാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നുള്ള സംശയം തന്നെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഉറപ്പിച്ചു പറയേണ്ടത് അതിശക്തമായ ഒരു സൈനിക ശക്തി തന്നെയാണ് ഇറാൻ എന്നുള്ളത്. ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം.
അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാജ്യം, എന്തിനേറെ പറയുന്നു കേരളത്തിൻ്റെ അത്ര പോലും വലുപ്പമില്ലാത്തൊരു രാജ്യം, ഇറാനോട് മുട്ടാനിറങ്ങിയത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള ജനസംഖ്യയുടെ അത്ര പോലും ഇസ്രയേലിൽ മൊത്തത്തിലില്ല എന്നുള്ളതാണ് താരതമ്യപ്പെടുത്തുമ്പോഴുള്ള കണക്ക് പോലും. ഇറാനും ഇസ്രയേലുമായി അങ്ങനെ ഒരു തരത്തിലും താരതമ്യപ്പെടുത്തി മുന്നോട്ട് പോകാനായി കഴിയില്ല. ജനങ്ങളുടെ നിരക്ക് പരിശോധിച്ചാൽ പോലും, എണ്ണം പരിശോധിച്ചാൽ പോലും ഇറാൻ തന്നെയാണ് ഏറെ മുന്നിൽ നിൽക്കുന്നത്. ഇസ്രയേലിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഗ്ലോബൽ ഫയർ പവറിൻ്റെ 2024 കണക്കാണ് ഇനിയൊന്ന് പരിശോധിക്കേണ്ടത്. അതനുസരിച്ച് ഇറാൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,75,90,873 എന്നാൽ ഇസ്രയേലിൻ്റേത് 90,43,387. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സേനയെന്ന് പറയുന്നത്. കുറഞ്ഞത് 5,80,000-ഓളം സജീവ ഉദ്യോഗസ്ഥർ ആംഡ് ഫോഴ്സിൽ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2,00,000-ലധികം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും അവർക്കുണ്ട്. അങ്ങനെ ആകെ മൊത്തം 7,80,000-ഓളം വരും. പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇടയിലായി പല രീതിയിൽ അതിനെ വിഭജിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ച് സൈന്യത്തിലും നാവികസേനയിലും അർദ്ധസൈനിക വിഭാഗത്തിലുമായി 1,69,500 സജീവ സൈനികരുണ്ട്. 4,65,000 പേരാണ് റിസർവ് സൈനികരായിട്ടുള്ളത്. നിർബന്ധിത സൈനിക സേവനം അടക്കമുള്ളതുകൊണ്ട് റിസർവ് സൈനികരൊക്കെ അവർക്ക് കൂടുതൽ തന്നെയാണ് കണക്കിലുള്ളത്. അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഭാഗമായി 8,000 പേരുണ്ട്. മാനവശക്തിയിൽ ഇറാൻ ഇസ്രയേലിനെ മറികടക്കുമെങ്കിൽ പോലും ആയുധ ശേഖരത്തിലാകട്ടെ ഇസ്രയേലിനെ മറികടക്കാൻ പശ്ചിമേഷ്യയിൽ മറ്റാർക്കും തന്നെ കഴിയുന്നില്ല. മുൻതൂക്കമുള്ളത് ഇസ്രയേലിന് തന്നെയാണ്. വ്യോമശക്തിയിൽ കരുത്തരാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അതിനെ മറികടക്കാൻ ഈ മേഖലയിൽ തന്നെ ആർക്കും സാധിക്കുന്നില്ല. ആധുനിക കാലഘട്ടത്തെ യുദ്ധം നോക്കുമ്പോൾ അത് വ്യോമ മേഖലയിൽ തന്നെയാണ് പ്രകടമായി കാണേണ്ടത്, കാലാൾപ്പടയിലല്ല. ടെക്നോളജിയും സാങ്കേതികവിദ്യയും അതുപോലെ ബുദ്ധിയും സമന്വയിപ്പിച്ച് തന്നെയാണ് ഇസ്രയേൽ ഇത്രയും കാലം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്രയേലിന് സ്വന്തമായി 612 വിമാനങ്ങളുണ്ട്. ഇറാൻ്റെ പക്കലുള്ളത് 551. F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൻ്റെ വ്യോമസേനയിലുണ്ട്. അയൺഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ സംവിധാനം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട്. അതോടൊപ്പം താടടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രയേലിന് നൽകുന്നുമുണ്ട്. എന്നാൽ ഇറാൻ്റെ മിസൈൽ ശേഖരം എന്ന് പറയുന്നത് ഈ പറയുന്നതിനും അപ്പുറത്തേക്കാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കലവറ തന്നെയാണ് ഇറാൻ്റെ പക്കലുള്ളത്. ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആൻറ്റിഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബലിസ്റ്റിക് മിസൈലുകളും ഫത്ത അടക്കമുള്ള മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രയേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും കൃത്യമായി ഭേദിക്കാനും തകർക്കാനും കഴിയുന്ന ദൂരപരിധിയാണ് ഇവയ്ക്കുള്ളത്. ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചത് ഇറാൻ്റെ ഡ്രോണുകളായിരുന്നു. വ്യോമമേഖലയിലും കരമേഖലയിലുമുള്ള താരതമ്യം എടുക്കുമ്പോൾ ഇറാനാണ് കരശക്തിയിൽ മുന്നിലുള്ളത്. ഇസ്രയേലിൻ്റെ കൈവശം 1370 ടാങ്ക് ഉണ്ടെങ്കിൽ ഇറാൻ്റെ കൈവശം 1996 ടാങ്കുകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആയുധശേഖരമുള്ള ടാങ്കുകളാണ് ഇസ്രയേലിൻ്റെ പക്കലുള്ളത്. ചെറു ബോട്ട് ആക്രമണങ്ങൾക്കും പേരുകേട്ടവയാണ് ഇറാൻ. ഇസ്രയേൽ 67 എണ്ണമുള്ളപ്പോൾ ഇറാൻ്റെ കപ്പൽ ശക്തി എന്ന് പറയുന്നത് 107 അതുകൂടാതെ 19 അന്തർവാഹിനികൾ ഇറാനുണ്ട്. ഇസ്രയേലിന് കേവലം 5 എണ്ണമാണുള്ളത്. ആണവശക്തിയാകട്ടെ അതിൽ കരുത്തർ ഇസ്രയേലാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാ കണക്കുകളും ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ഇറാൻ്റെ ഭാഗത്തും വികസിപ്പിച്ച ആണവ പോർമുന ഉണ്ടോ എന്നുള്ള സംശയം പലരും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന് ഏകദേശം 80 ആണവായുധങ്ങളുണ്ടെന്നാണ് കണക്ക്. പ്രതിരോധ ബജറ്റിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇസ്രയേലാണ്. അവർ അവരുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യും. ഇസ്രയേലിൻ്റെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് $24 ബില്യൺ. ഇറാൻ്റെ ഇത് കേവലം $9.95 ബില്യൺ. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു രാജ്യമാണെങ്കിൽ പോലും ആയുധക്കരുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വ്യോമ മേഖലയിലേക്കും സാങ്കേതികവിദ്യ സമന്വയിപ്പിക്കുന്നതിലേക്കുമൊക്കെ വാർഫെയറിലേക്ക് കടക്കുമ്പോൾ ഇറാന് മുന്നിൽ ഇസ്രയേൽ തന്നെയാണ് തലപ്പൊക്കത്തോടെ നിൽക്കുന്നത് എന്ന് സാരം. എന്തായിരുന്നാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു നീക്കം ഇറാനെ സംബന്ധിച്ച് അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ ക്ഷതം തന്നെയാണ്. ഒന്നല്ല, ഒന്നിനു പിറകെ മറ്റൊന്നായി. ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണം ആണവ കരാറിനെ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ ആദ്യമേ നൽകി കഴിഞ്ഞു.
അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അത് ഈ ചർച്ചകളുടെ സാധ്യത തകർത്തെന്നും ഇനി എങ്ങനെയാണ് മുന്നോട്ട് ചർച്ച നടത്തേണ്ടതെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചോദിച്ചിരിക്കുന്നത്. സമാധാനപരമായ ആണവ പദ്ധതി അടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞത്. ഇറാന് ചൈന ആയുധങ്ങൾ കൊടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയും ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു. ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ട്രംപ് 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ അതിനെയൊക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. നയതന്ത്രത്തിന് സാധ്യതയുള്ളിടത്തൊക്കെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ട്രംപ് അതിലൂടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് വിലപ്പോകാത്തിടത്ത് ആയുധക്കരുത്ത്, കൈക്കരുത്ത് തന്നെ ആയിരിക്കും കാണിക്കേണ്ടതെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഇനിയും ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് അമേരിക്കയും ഈ ഒരു ആക്രമണത്തിലൂടെ സൂചന നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ ആക്രമണത്തെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുമെന്നാണ് ഇറാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നത്. അമേരിക്കയ്ക്ക് ധാർമ്മികതയില്ലെന്നും ഒരു നിയമങ്ങളും പാലിക്കുന്നില്ലെന്നും ഇറാൻ ആരോപിച്ചു. അമേരിക്ക സൈനിക ആക്രമണത്തിനും ഈ തെമ്മാടി ഭരണകൂടം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കുമെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളാനും രാജ്യത്തിൻ്റെ സുരക്ഷയും ദേശീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവകാശമുണ്ടെന്നാണ് സർക്കാർ വക്താവ് പറയുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ച് ശേഖരിച്ച വിവരങ്ങൾ ഇസ്രായേൽ നേരത്തെ അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നു. ഇറാനെ സമ്മർദ്ദത്തിലാക്കി ഭരണം അട്ടിമറിച്ച് അമേരിക്ക പെട്ടെന്ന് തന്നെ ഈ യുദ്ധത്തിൽ ഒപ്പം ചേർന്നുവെന്ന വാദമാണ് ഉയരുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു. ട്രംപ് ആകട്ടെ അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ക്ഷുഭിതനായി അദ്ദേഹം പ്രതികരിച്ചു. അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ പിന്നാലെ ചർച്ചകൾ വലിയ തോതിൽ തന്നെ ഉയർന്നു കേട്ടു. ലോകരാജ്യങ്ങൾ ടെഹ്റാനിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇനി എന്തായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണം? അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതായിരിക്കും? അത് ലോകരാജ്യങ്ങൾക്ക്, ലോക സമാധാനത്തിന് എത്രത്തോളം ഭീഷണി ഉയർത്തും? ഇക്കാര്യമാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയെ സംബന്ധിച്ചും ഇറാൻ ഒരു ഭീഷണി തന്നെയാണ്. കാരണം പശ്ചിമേഷ്യയിൽ മാത്രമായി 40,000-ലധികം അമേരിക്കൻ സൈനികരുണ്ട്. അവരെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട കടമ ട്രംപിനുണ്ട്. അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികളടക്കം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് കൊടുത്തു. ഇറാനുമായും ഇസ്രയേലുമായും ശക്തമായ ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും? പുതിയ സാഹചര്യത്തിൽ വലിയ യുദ്ധത്തിലേക്ക് കടന്നു പോകുമോ എന്നുള്ള ഭയപ്പാട് ഇന്ത്യക്കടക്കമുണ്ട്. അങ്ങനെ വന്നാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ഇറാനെയും ഒരുപോലെ പിണക്കാൻ ഇന്ത്യക്കാകില്ല. മറുഭാഗത്ത് റഷ്യയും ഇറാനൊപ്പം അണിചേരുമോ എന്ന ഭയമടക്കം ഉയർന്നു കേട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.